നമസ്കാരം. ഫാക്ട്സ് അൺകട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി മുൻ വിവരാവകാശ കമ്മീഷണർ KV സുധാകരനാണ്. അദ്ദേഹം മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. നമസ്കാരം സുധാകരൻ. നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രധാനമായും കേരളത്തിലെ കൊല്ലത്തു നിന്നുള്ള ലോക്സഭാംഗം NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ ഒരു വിരുന്നിൽ പങ്കെടുക്കുന്നു. വളരെ പെട്ടെന്ന് വിളിച്ച ഒരു ഷോർട്ട് നോട്ടീസിലുള്ള ഒരു വിരുന്നായിരുന്നു എന്ന് പ്രേമചന്ദ്രൻ തന്നെ പറയുന്നുണ്ട്. ആ വിരുന്നുണ്ടാക്കിയ ഒരു അല ഇപ്പോഴും നിലച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു വിരുന്ന് സംഘടിപ്പിക്കാനിടയായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇന്ത്യ മുന്നണി എന്ന പേരുള്ള ആ ഒരു അലയൻസിനെ ശിഥിലമാക്കാൻ, അതിനെ ദുർബലമാക്കാൻ പലവിധ മാർഗങ്ങൾ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നു. ഭാരതരത്ന ആദായ വിൽപ്പന പോലെ ഭാരതരത്ന വിതരണം ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പ്രേമചന്ദ്രനെ ആ ഒരു മീറ്റിങ്ങിലേക്ക് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ സീറ്റും വളരെ പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ഒരു നീക്കം. ആ യോഗത്തിൽ പങ്കെടുത്തവരിൽ BJD, ബിജു ജനതാദൾ, BJP, BSP, തെലുങ്കുദേശം പാർട്ടി, ഈ പാർട്ടികളുടെ അംഗങ്ങൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത്. ഈ പാർട്ടികളെല്ലാം തന്നെ പാർലമെൻറ്റിൽ BJPയോടൊപ്പം ബൈ ആൻഡ് ലാർജ് BJPയെ അനുകൂലിക്കുന്ന പാർട്ടികളാണെന്നാണ് വെപ്പ്. ഈ കൂട്ടത്തിലേക്കാണ്, ആ ഒരു ശ്രേണിയിലേക്കാണ് BJP പ്രേമചന്ദ്രനെ ഉയർത്തുന്നത്. സ്വാഭാവികമായിട്ടും പ്രേമചന്ദ്രനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നു. കോൺഗ്രസ് നേതാക്കൾ വളരെ അന്ധമായി തന്നെ പ്രേമചന്ദ്രനെ പുറത്തേക്ക് ന്യായീകരിക്കേണ്ട ഒരു സ്ഥിതിയിലാണ്. പക്ഷെ പരസ്യമായി നമ്മൾ സംസാരിച്ചിടത്തോളം അറിഞ്ഞിടത്തോളം പല കോൺഗ്രസ് നേതാക്കളും MP മാരുൾപ്പെടെ വലിയ പ്രതിഷേധത്തിലാണ്. എന്താണ് ഇതിൻ്റെ ഒരു ഫോളോ ഔട്ട് എന്തായിരിക്കും? പ്രത്യേകിച്ച് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഈ ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഈ പ്രേമചന്ദ്രൻ മോദിയുടെ സൽക്കാരത്തിൽ പങ്കെടുത്തത് നമ്മൾ 2-3 തരത്തിൽ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, നരേന്ദ്രമോദി എന്തൊക്കെയാണ് മനസ്സിൽ കാണുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ല. ഇപ്പോൾ നമുക്കറിയാം 2016 നവംബർ 8 പൊടുന്നനവെ നോട്ട് നിരോധനം നടത്തിയ കാര്യം അന്ന് രാത്രി ടെലിവിഷനിൽ വാർത്തയായിട്ട് വരുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. മോദിയുടെ മന്ത്രിസഭയിൽ പെട്ട ആളുകൾ പോലും അറിയാത്തൊരു കാര്യമാണ്, ആരും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ സജിത്ത് സൂചിപ്പിച്ച ഭാരതരത്നം കൊടുത്തത് ആർക്കും കൊടുക്കാവുന്ന ഒരു തരത്തിലായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് നമ്മൾ കേട്ടിരിക്കുന്നത് ഭാരതരത്നം പോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളെല്ലാം രാഷ്ട്രപതിയാണ് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിക്കുന്നു. അത് എക്സിലാണ്. അതെ, അതും നേരിട്ട് പറയുന്നില്ല, എക്സിലാണ്, പഴയ ട്വിറ്റർ, അതിലാണ് പറയുന്നത്. അപ്പോൾ മോദി എന്തൊക്കെ പറയും, എന്തൊക്കെ പ്രവർത്തിക്കും, ഏത് തരത്തിലെല്ലാം പ്രതികരിക്കുമെന്നൊന്നും ആർക്കും മുൻകൂട്ടി കാണാൻ കഴിയില്ല. കാരണം അത്രയേറെ വളരെ കുറുക്കൻ കൗശലം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ഈ 10 കൊല്ലത്തെ ഭരണത്തിനിടയ്ക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പ്രേമചന്ദ്രൻ പോയത് അവിടെ ഈ മോദി വിളിച്ചൊരു സൽക്കാരത്തിന് പോയി എന്നുള്ളത് വേണമെങ്കിൽ ഈ BJPക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്നത് പോലെ ലാഘവത്തോടുകൂടി എടുക്കാം. കോൺഗ്രസ്സിന് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, കേർട്സി വിസിറ്റ്. അതെ, അതിൽ തന്നെ നോക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ BJPയും കോൺഗ്രസും ഒരേ അഭിപ്രായമാണ്. അതെ, രണ്ടു കൂട്ടരും പറയുന്നത് മോദിയെ പോലുള്ള പ്രധാനമന്ത്രി വിളിച്ച ഒരു വിരുന്നിൽ പെട്ടെന്ന് വിളിച്ചാൽ അത് പോകാതിരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പോയതിൽ എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയം കാണുന്നതെന്ന് BJP പറയുന്നു. അതേ സ്വരത്തിൽ തന്നെയാണ് കോൺഗ്രസും പറയുന്നത്. കോൺഗ്രസ്സിന് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം കോൺഗ്രസ് ഇതിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമചന്ദ്രനെ തള്ളിപ്പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പ്രേമചന്ദ്രനെതിരെ CPIM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളെല്ലാം പറയുന്നത് ശരിവെക്കുന്ന തരത്തിലേക്ക് വരും കോൺഗ്രസ് ഇതിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് രാഷ്ട്രീയമായ നിലനിൽപ്പിന് കോൺഗ്രസിനത് പറഞ്ഞേ പറ്റൂ. പക്ഷേ അതിൻ്റെ അപകടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി ഈ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് പങ്കെടുത്ത 8 MP വിവിധ പാർട്ടികൾ, തെലുങ്കുദേശം പാർട്ടി, BJDയിൽ, അതുപോലെ തന്നെ BJPയിലെ ചില കക്ഷികൾ, അങ്ങനെയുള്ള അവരൊക്കെ തന്നെ BJPയുമായും നരേന്ദ്രമോദിയുമായും വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്.
പാർലമെൻറ്റിനകത്ത് പല സന്ദർഭങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അതിന് മറ്റൊരു ഗുരുതരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർലമെൻറ്റിൻ്റെ ഈ അവസാന സമ്മേളനത്തിലാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ നരേന്ദ്രമോദി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊക്കെ ഇത്ര ഭീകരമായ ആക്രമണം നടത്തിയിട്ടുള്ളത്. നെഹ്റുവിൻ്റെ നിലപാടിനെ കുറിച്ചല്ല എന്ന് പറഞ്ഞാൽ ആ നെഹ്റുവിൻ്റെ പാരമ്പര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിലെ ആളാണ് പ്രേമചന്ദ്രൻ. അപ്പോൾ പ്രേമചന്ദ്രൻ കേവലമായി അങ്ങോട്ട് പോയി ഒരു ചായ കുടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ലാഘവത്തോടെ എടുക്കാം. പക്ഷേ ഇത്തരം ചായ കുടികളിലെല്ലാം വലിയ വലിയ രാഷ്ട്രീയ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ പല സന്ദർഭത്തിലുണ്ടായിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമോ പോകുന്നില്ലയോ എന്നുള്ള ഒരു പ്രശ്നത്തിനേക്കാൾ അപ്പുറത്ത് എനിക്ക് തോന്നുന്നൊരു കാര്യം പ്രേമചന്ദ്രൻ, കാരണം പ്രേമചന്ദ്രൻ ഇപ്പോൾ വയസ്സ് 64 ഈ മെയ് മാസം ആകുമ്പോൾ പ്രേമചന്ദ്രൻ 64 വയസ്സായി. ഇതിനിടയിൽ അദ്ദേഹം 4 തവണ MP ആയി. അത് രാജ്യസഭയിലും ലോക്സഭയിലും. ഒരു തവണ രാജ്യസഭാ അംഗമായി, ഒരു തവണ ഇവിടെ MLA ആയി, മന്ത്രിയായി. അപ്പോൾ ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ശ്രേണികളിലും കയറിപ്പറ്റി ഈ കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകൊണ്ട് അദ്ദേഹം പഞ്ചായത്ത് മെമ്പറിൽ തുടങ്ങിയ ആളാണ്. എല്ലാ തലങ്ങളിലുള്ള അധികാര ശ്രേണിയിൽ എത്തിപ്പെടുകയും അത് അനുഭവിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഞാൻ ഊഹിക്കുന്നത് ഇനി അധികം താമസിയാതെ സ്വന്തം മകനെ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം ഉണ്ടായിക്കൂടുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ MBA എല്ലാം കഴിഞ്ഞെന്തോ ബിസിനസ്സുമായിട്ടൊക്കെ നടക്കുന്ന ആളാണെന്ന് പറയുന്നു. ഒരു ഘട്ടത്തിൽ കേട്ടത് അദ്ദേഹത്തിൻ്റെ മകൻ വിവാഹം കഴിച്ചപ്പോൾ അപ്പോഴും മോദിയുടെ അടുത്ത് കൊണ്ടുപോയി പടമെടുപ്പിച്ചതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേവലമായി സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ആകസ്മികമായൊരു സംഭവമാണെന്ന് ഞാൻ കാണുന്നില്ല. ഇനി പ്രേമചന്ദ്രന് അങ്ങനെ പോകാൻ കഴിയുന്നില്ല എങ്കിൽ മകൻ ചെറുപ്പക്കാരനാണ്, അങ്ങനെ പോകുന്നതിൽ തെറ്റില്ല. കാരണം മറ്റൊരു സംഭവമുണ്ട്. ഇത്രയും കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ, രാജ്യത്ത് തന്നെ സമുന്നതനായ നേതാവാണല്ലോ AK ആൻ്റണി. ആ AK ആൻ്റണിയുടെ മകൻ അങ്ങോട്ട് പോയി. AK ആൻ്റണിയുടെ മകനെന്ന് മാത്രമല്ല, അവരുടെ KPCCയുടെ ഈ ഡിജിറ്റൽ മീഡിയയുടെ തലപ്പത്തിരുന്ന ആൾ കൂടിയായിരുന്നു ഈ അനിൽ ആൻ്റണി. ആ ആൻ്റണി പോയപ്പോൾ വെറുതെ കണ്ണീർ വാർത്ത് നിൽക്കുന്ന ഒരു ചിത്രം മാത്രമാണ് ആൻ്റണിയെ കണ്ടത്, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടി എൻ്റെ മകൻ പ്രായപൂർത്തിയായവനാണ്, അവനങ്ങോട്ട് പോകുന്നത് എനിക്കെന്ത് ചെയ്യാൻ കഴിയും? കേൾക്കുന്നത് ഈ പ്രേമചന്ദ്രൻ്റെ മകന് പലവിധ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ മോദിയെപ്പോലുള്ള ഒരാളുടെ ഒരു ആനുകൂല്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് ഭാവി പരിപാടികൾക്കൊക്കെ വലിയ സഹായകരമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് പ്രേമചന്ദ്രൻ പോകുകയില്ല എന്ന് പറയാൻ ഇപ്പോൾ നമ്മൾ ആളല്ല. നമുക്കിപ്പോൾ ജ്യോതിഷം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ കാണുന്ന സാധ്യത ഇതാണ്, മകനെ അദ്ദേഹം കൊണ്ടുവരാനുള്ള ഒരു അത് BJP ആണ് രക്ഷകൻ എന്ന തരത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. അതിന് വളരെ ലാഘവത്തോടു കൂടി ഇത് പറയുകയാണ് ചെയ്യുന്നത്. ആ കാര്യത്തിലും ഈ BJPയും കോൺഗ്രസും ഒരേ തട്ടിലാണ്. അതൊരു പുതിയൊരു പോയിൻ്റാണ്. മകൻ്റെ ആ ഒരു ആംഗിളിൽ ഇതുവരെ ചർച്ചകളൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പ്രേമചന്ദ്രൻ്റെ പുത്രവാത്സല്യമുള്ള ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്കുള്ള പ്രേമചന്ദ്രൻ. അല്ല, ഇത് ഏത് അച്ഛന്മാരും അങ്ങനെ ആയിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് പുത്രവാത്സല്യം. ഞാൻ പറഞ്ഞതാണ്, ഇദ്ദേഹം ഈ 4, 5, 20, 6, 26, 5, 31 ഈ 64 വയസ്സിനിടയിൽ 31, 32 വർഷക്കാലം MP, MLA, സംസ്ഥാന മന്ത്രിയായിട്ട് അധികാരത്തിൻ്റെ എല്ലാ പടവുകളിലും വിരാജിച്ച മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രേമചന്ദ്രൻ വേണമെങ്കിലൊന്ന് പുറകോട്ട് പോകുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് മകനെ ഒരു സ്ഥാനത്തെത്തിക്കുക. യെസ്, അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് കാണുന്നു. ഇതിപ്പം മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയും മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളിൽ ഒന്ന് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്ത. അതായത് കമൽനാഥിനെ പോലുള്ളൊരു നേതാവ് കോൺഗ്രസ് BJPയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ഇപ്പുറത്ത് മഹാരാഷ്ട്രയിലാണെങ്കിൽ കമൽനാഥ് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഇപ്പുറത്താണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് അശോക് ചവാനെ പോലുള്ള ഒരാൾ BJPയിലേക്ക് പോകും എന്ന് ഉറപ്പായിരിക്കുന്നു. കമൽനാഥിൻ്റെ അഭ്യൂഹമാണെന്നെങ്കിലും പറയാം. അശോക് ചവാനെ ഓൾമോസ്റ്റ് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. കാരണം ഓരോ സംസ്ഥാനത്തെയും ഓരോ സീറ്റിലും BJP കണ്ണുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ
പ്രേമേന്ദ്രനൊരു ഒരു ബാക്ക്ഗ്രൗണ്ട്, വ്യക്തിപരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ അധികാരത്തിന് വേണ്ടി ആയാറാം കയ്യാറാം കളിക്കുന്നതിന് ഒരു മടിയില്ലാത്തൊരു മനുഷ്യനാണ് പ്രേമേന്ദ്രൻ. പ്രതിപക്ഷത്ത് RSP പ്രതിപക്ഷത്തായിരിക്കുമ്പോഴാണ് പ്രേമേന്ദ്രൻ പെട്ടെന്ന് കോൺഗ്രസ്സിലേക്ക് പോകുന്നത്. അങ്ങനെ പ്രേമേന്ദ്രൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ആ ഒരു കാലുമാറ്റത്തിൻ്റെ ഒരു ചരിത്രം കൂടി ഉണ്ടല്ലോ. അല്ല, അതിന് വേറൊരു ഘടകം കൂടിയുണ്ട്. പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ പലരും RSPയെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട് ചവറ മുതൽ ചവറ വരെയുള്ള പാർട്ടിയാണെന്ന്. ആ പാർട്ടിയുടെ പരമോന്നത നേതാവാണ് പ്രേമേന്ദ്രൻ. അപ്പോൾ ആ പാർട്ടിയുടെ ഒരാൾക്ക് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നതിന് അധികം കൂടിയാലോചനകളുടെയോ നയപരമായ തീരുമാനമെടുക്കുന്നതിൻ്റെയോ ഒരു പ്രശ്നവുമില്ല. എന്നു മാത്രമല്ല, ഈ പ്രേമേന്ദ്രൻ ഉൾപ്പെട്ട UDFന് നേതൃത്വമുള്ള കോൺഗ്രസ് നമ്മൾ ആലോചിച്ച് നോക്കുക. കേന്ദ്രത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരിലും BJPയുടെ നേതൃസ്ഥാനങ്ങളിലൊക്കെ വന്നിരിക്കുന്നവരൊക്കെ തന്നെ കോൺഗ്രസ്സുകാരാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രയോഗം ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJPക്കാരാണ് അല്ലേ? നമുക്ക് ഇപ്പോൾ കർണാടകത്തിൽ SM കൃഷ്ണയുടെ കാര്യം അറിയാം, ഇത് ബഹുഗുണയുടെ കാര്യം അറിയാം, ഇപ്പോൾ സജിത്ത് പറഞ്ഞ ഈ കമൽനാഥിൻ്റെ കാര്യം. മധ്യപ്രദേശിൽ ആരാണ് കമൽനാഥ്? അശോക് ചവാൻ ഒത്തിരി അഴിമതി കേസിലും പെയ്ഡ് ന്യൂസ് കേസിലും ഒക്കെ പെട്ട ആളാണെന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇവരൊക്കെ രാജ്യമറിയുന്ന വലിയ കോൺഗ്രസ് നേതാക്കളാണ്. അവർക്കൊന്നും ഒരു ഉറക്കം കഴിയുമ്പോൾ തന്നെ BJPയിലേക്ക് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഒരു കൗതുകകരമായ ചരിത്രത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഗോവയിൽ ദിഗംബർ കാമത്ത് എന്ന് പറഞ്ഞ ഒരു കക്ഷിയുണ്ടായിരുന്നു. ദിഗംബർ കാമത്ത് കഴിഞ്ഞ ഈ 22-ലെ തെരഞ്ഞെടുപ്പിൽ, ഗോവ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചൊരു കാര്യമായിരുന്നു. അതായത് ഈ ജയിച്ചു വരുന്ന കോൺഗ്രസ്സുകാരും കൂറുമാറരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വെച്ച നിർദ്ദേശം എന്താണ്? രാഹുൽ ഗാന്ധി വരണം അവിടെ. രാഹുൽ ഗാന്ധി വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ നിന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യണം, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ കൂറുമാറില്ല, BJPയിലേക്ക് പോവില്ല എന്ന്. അങ്ങനെ രാഹുൽ ഗാന്ധി വന്നു, ഭരണഘടന വെച്ചുകൊണ്ട് സത്യം ചെയ്തു. ആദ്യം ഒരു ക്ഷേത്രത്തിൽ പോയി സത്യം ചെയ്തു, പിന്നീടൊരു ക്രിസ്ത്യാനികളുടെ ഒരു പള്ളിയിൽ പോയി സത്യം ചെയ്തു, പിന്നെ ഒരു മുസ്ലിം പള്ളിയിലും പോയി സത്യം ചെയ്തു. അതിനുശേഷം സംഭവിച്ചത്, ഈ സത്യം ചെയ്ത 9 പേരിൽ 9 പേര് മത്സരിച്ചു, അതിൽ 8 പേരും ജയിച്ചു. 8 പേര് ജയിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവർ BJPയിലേക്ക് പോയി. അന്ന് പത്രക്കാർ ദിഗംബർ കാമത്തിനോട് ചോദിച്ചു, അല്ല താങ്കളല്ലേ ഇന്നലെ വരെ പറഞ്ഞത് ഞങ്ങൾ ഒരു കാരണവശാലും BJPയിലേക്ക് പോവില്ല, കൂറുമാറ്റം നടത്തില്ല എന്ന്. അപ്പോൾ ദിഗംബർ കാമത്ത് പറഞ്ഞ വാചകം ഒന്ന് ഓർക്കണം. ഇന്നലെ രാത്രി എനിക്കൊരു വെളിപാടുണ്ടായി, ദൈവം വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ നാളെ BJPയിലും. അത്രേ ഉള്ളൂ കോൺഗ്രസിൻ്റെ കാര്യം. അപ്പോൾ കോൺഗ്രസ്സിന് സൈദ്ധാന്തികമായോ നയപരമായോ പ്രായോഗികമായോ BJPയിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് പ്രേമചന്ദ്രനും അങ്ങോട്ട് പോകുന്നതിലൊന്നും ഒരു തടസ്സവും ഇല്ല. എനിക്ക് കൗതുകരമായി തോന്നിയ മറ്റൊരു കാര്യം, ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്ത പല ചാനലുകളും മാധ്യമപ്രവർത്തകർക്ക് പോലും ഇതിനകത്ത് ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ല. ഒരു ചായ കുടിച്ചതല്ലേ എന്നുള്ള മട്ടിലാണ്. ഈ വലിയ സൈദ്ധാന്തിക വാദമൊക്കെ ഉന്നയിക്കുന്ന വളരെ പ്രമുഖരെന്ന് വാഴ്ത്തപ്പെടുന്ന ചാനൽ ചർച്ചാ വിദഗ്ധന്മാരുണ്ട്. ഞാൻ അവരുടെ ആരുടെയും പേര് പറഞ്ഞ് അവരെ നന്നാക്കാനോ മോശമാക്കാനോ ശ്രമിക്കുന്നില്ല. അവർക്ക് പോലും ഈ പ്രേമേന്ദ്രൻ കാണിച്ച ഇതിനകത്ത് യാതൊരു ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല എന്നുള്ള, അങ്ങനെ നമ്മുടെ സമൂഹത്തെ അടക്കം പാകപ്പെടുത്തിയിരിക്കുകയാണ്. അത് നമ്മൾ ഈ പ്രാണപ്രതിഷ്ഠയുടെ കാര്യത്തിലും നമ്മൾ കണ്ടതാണ്. ഈ കേരളത്തിലെ മാധ്യമങ്ങളടക്കം എന്താണ്, ഇപ്പോൾ ആരോ പറയാറുണ്ടല്ലോ ഇപ്പം മീഡിയ അല്ല മോഡിയ ആണെന്നുള്ളത്. സത്യമല്ലേ? മാധ്യമങ്ങൾ അഭിരമിക്കുകയായിരുന്നു. ഒരു കൗതുകരമായ കാര്യം കൂടി ഞാൻ പറയാം. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിച്ച് RSSകാർ പൊളിച്ചതിന് ശേഷം പിറ്റേ 93 ജാനുവരിയിലാണ് പ്രസ് കൗൺസിൽ, അത് നമ്മുടെ തിരുവനന്തപുരത്താണ് ചേർന്നത്. അന്ന് പ്രസ് കൗൺസിലൊക്കെ കമ്മ്യൂണിക്കേയിൽ പറഞ്ഞത് 92 ഡിസംബർ 6 ഈ ബാബറി മസ്ജിദ് ഡിമോളിഷ് ചെയ്ത പൊളിച്ചു കളഞ്ഞ സന്ദർഭത്തിൽ അവിടുത്തെ കർസേവകരെ പോലെയാണ് ഉത്തരേന്ത്യയിലെ ചില മാധ്യമപ്രവർത്തകർ പെരുമാറിയതെന്ന് പ്രസ് കൗൺസിലിൽ പറയേണ്ടി വന്നു. ഏതാണ്ട് കർസേവകരായിട്ടല്ലേ പറഞ്ഞത്? ഏതെങ്കിലും മാധ്യമം പറഞ്ഞോ ഇതൊരു അനീതിയാണ്, ഒരു പള്ളി പൊളിച്ചെടുത്താണ് ഇത് പണിയുന്നതെന്ന് പറഞ്ഞില്ലല്ലോ.
അപ്പോൾ അങ്ങനെ മാധ്യമങ്ങൾ ഈ പൊതു മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ സാന്നിധ്യമൊക്കെ ആ തരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കാൻ നമ്മൾ സാധാരണക്കാരായ ആൾക്കാരെ പോലും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആശയ പരിസരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം മറ്റൊരു കാര്യം, മറ്റൊരു സാഹചര്യം കൂടി ഇതിൽ പരിശോധിക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പാസ്സാവുന്നു, നിയമസഭ പാസ്സാവുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഹിന്ദുവാന എന്ന് പറഞ്ഞ സ്ഥലത്ത് വർഗീയ കലാപം ഉണ്ടാവുന്നു. പ്രേമേന്ദ്രൻ മോദിക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഹിന്ദുവാനയിൽ സംഘപരിവാറുകാർ മുസ്ലിങ്ങൾക്കെതിരെ വലിയ ആക്രമണം നടത്തുന്നത്. അങ്ങനെ അതും കൂടി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം ഈ പ്രേമേന്ദ്രൻ ഇനി കൊല്ലത്ത് സമീപിക്കേണ്ട വോട്ടർമാരിൽ കൊല്ലത്തെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അതെ, ഇവരോട് എങ്ങനെയാണ് പ്രേമേന്ദ്രൻ സംവദിക്കുക? ലീഗുകാർ തന്നെ കഴിഞ്ഞ ദിവസം ചാനലിലെ ചർച്ചയിൽ ഏതോ ഒരു ലീഗ് നേതാവ് പറഞ്ഞത് അവർക്ക് മലപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുള്ള സ്ഥലമാണ് കൊല്ലം എന്നാണ് പറയുന്നത്. ഇവരേവൂരത്ത് ലീഗിന്റെ സീറ്റായിരുന്നു. അതെ, ഇരുവരും ലീഗിന്റെ സീറ്റായിരുന്നു. അവിടെ ലീഗുകാരല്ലോ ഷാജിയൊക്കെ മത്സരിച്ചതാണ്. അതിനു മുമ്പ് ലീഗ് ജയിച്ചിട്ടൊക്കെയുള്ള സ്ഥലമാണ്. അതെ, അതൊരു പ്രശ്നമാണ്. ഇവർ ഈ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ ചരിത്രമൊക്കെ മറന്നു പോവുകയാണ്. ഈ ഒരു ജർമ്മൻ ചിന്തകനുണ്ടായിരുന്നു വാൾട്ടർ ബെഞ്ചമിൻ്റെ തിസീസസ് ഓൺ ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ചരിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ പോയ കാലത്ത് നടന്ന സംഭവങ്ങളെ അതിൻ്റെ ക്രമപ്രകാരം ഓർത്തെടുക്കുന്നതല്ല ചരിത്രം, മറിച്ച് ആപത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിലൂടെ മിന്നിമായുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രമെന്ന് വാൾട്ടർ ബെഞ്ചമിൻ പറഞ്ഞത്. അത് ലോകപ്രസിദ്ധമായൊരു വാചകമാണ്. പല സന്ദർഭങ്ങളിലും അത് കോട്ട് ചെയ്യപ്പെടാറുള്ളതാണ്. അതൊരു പ്രശ്നമാണ്. അതൊന്നും ഇവരാരും കാണുന്നില്ല. കാരണം ബി ജെ പി എവിടെയും ഈ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ്. മത സാമുദായിക സൗഹാർദ്ദം തകർത്തുകൊണ്ട് ആളുകളെ വിരുദ്ധ ചേരികളിലാക്കി അതിൽ നിന്നും മുതലെടുക്കുന്ന രാഷ്ട്രീയമാണ്. അത് പ്രേമേന്ദ്രന് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. പ്രേമേന്ദ്രൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിൽ വളരെ താൽക്കാലികമായ സ്വന്തം കാര്യം സുന്ദാബാദ് എന്ന് പറയുന്നൊരു രാഷ്ട്രീയമല്ലാതെ ആ മനുഷ്യൻ അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. 2006 വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ്റിൽ ജലവിഭവശേഷി മന്ത്രിയായിരുന്ന ആളാണ് പ്രേമേന്ദ്രൻ. ആ ഘട്ടത്തിൽ അതിന് തൊട്ട് മുമ്പ് അതിനുശേഷവും ഈ സോളാർ കേസ് ഉണ്ടാകുന്ന സമയത്ത് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിനെയും അതിരൂക്ഷമായി വിമർശിച്ചു കൊണ്ടുവന്ന ആളായിരുന്നു. ആ മനുഷ്യന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് മാറി യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ തന്നെ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ ബി ജെ പി വലിയ ആക്ഷേപം, അതായത് 2004 തൊട്ട് 2014 വരെ 10 വർഷം ഭരിച്ച മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ കുറ്റപത്രം തയ്യാറാക്കി മൻമോഹൻ സിംഗിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. തൊട്ട് തലേദിവസം മൻമോഹൻ സിംഗിനെ പുകഴ്ത്തുന്നുണ്ട് മോദി. അതിൻ്റെ അടുത്ത ദിവസമാണ് ബി ജെ പിക്കാർ മൻമോഹൻ സിംഗിനെ ആക്ഷേപിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ കൂടിയാണെന്നുള്ളതാണ്. അത് എങ്ങനെയാണ് കോൺഗ്രസിന് ഇത് ഈ 10 വർഷമായിട്ട് 14 തൊട്ട് 24 വരെ 2 ടൈമിൽ തുടർച്ചയായിട്ട് പ്രേമേന്ദ്രൻ്റെ അവിടെ എം പി ആണല്ലോ. അവിടെ ഈ 10 വർഷം പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദി നടത്തുന്ന കളികളെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളൊന്നുമല്ല, അറിയാൻ കഴിയാത്ത ആളൊന്നുമല്ല. എന്നിട്ടോ അതിനുശേഷം പിന്നീട് ഈ വിരുന്ന് കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ഒരു ഉൾപ്പുളകം ഉണ്ടാകുകയാണ്. ആർക്ക്? പ്രേമേന്ദ്രൻ. അത് ഭയങ്കരമായ ഒരു അനുഭൂതിയായിരുന്നാണ് പറയണത്. മോദിയുടെ തൊട്ടടുത്തിരുന്ന് ഇനി മോദിയെ പിടിച്ച് ഉമ്മ വെക്കാതിരുന്നത് നമ്മുടെ ഭാഗ്യം എന്നേ പറയാനുള്ളൂ. അത്ര തേനൂറുന്ന ഭാഷയിലല്ലേ പ്രേമേന്ദ്രൻ. അതൊന്നും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാത്തതല്ല. അപ്പം അവിടെ ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റാണ്. ഈ കാര്യത്തിലും ബി ജെ പിയും കോൺഗ്രസും ഒന്നാണ്. തീർച്ചയായിട്ടും. പിന്നെ നേരത്തെ പലരും പറഞ്ഞതുപോലെ 2014 19 ഇദ്ദേഹം പ്രേമേന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കുമ്പോഴൊക്കെ പരമാവധി ദുർബലരായ അവിടുത്തെ ബി ജെ പിക്കാർക്ക് പോലും അറിയാൻ പാടില്ലാത്ത സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി നിർത്തിയിട്ടുള്ളത്. അത് മാനേജ് ചെയ്യാനും പ്രേമേന്ദ്രൻ വളരെ കഴിഞ്ഞ ഇലക്ഷനിൽ അഡ്വക്കേറ്റ് സാബു എന്ന് പറഞ്ഞു, കെ വി സാബു എന്ന് പറഞ്ഞു, ഏതോ ഒരാൾ ക്രിസ്ത്യാനി കൂടിയായിരുന്നു ആക്ഷേപം ആ സമയത്ത്. അതൊക്കെ അറിയാം. പ്രേമേന്ദ്രൻ തന്നെ നിശ്ചയിച്ച സ്ഥാനാർത്ഥി. അതെ. അപ്പോൾ ഇനിയിപ്പോൾ പ്രേമേന്ദ്രൻ നിർത്തേണ്ട കാര്യമില്ല, പ്രേമേന്ദ്രൻ അങ്ങനെ നിശ്ചയിക്കേണ്ട കാര്യമില്ല. ബി ജെ പി സ്വയം തന്നെ ഏറ്റെടുത്തോളൂ. കാരണം ബി ജെ പിക്ക് സ്വീകാരനായി കഴിഞ്ഞിരിക്കുന്നു പ്രേമേന്ദ്രൻ. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ പ്രേമേന്ദ്രൻ്റെ മോഡി വിരുന്ന് ഒരു വലിയ ചർച്ചയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്.
പ്രേമേന്ദ്രനെ പോലുള്ള ഒരു കാലുമാറ്റക്കാരനായ രാഷ്ട്രീയ നേതാവ് ഇനി എങ്ങനെ ജനങ്ങളെ സമീപിക്കും? പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ, കൊല്ലത്ത് ധാരാളമായി അധിവസിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ എങ്ങനെ സമീപിക്കും എന്നുള്ള ഒരു പ്രധാന പ്രശ്നമാണ് UDF ഉറ്റുനോക്കുന്നത്. ഏതായാലും ഫാക്ട്സ് അൺകട്ട് ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.